നമസ്കാരം. ഇന്നൊരു വിവാഹ റിസപ്ഷൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് എൻ്റെ 2-3 ബന്ധമുണ്ട്. എളുപ്പമുള്ള പറയാം. എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ അമ്മാവൻ്റെ മകൻ്റെ വിവാഹ റിസപ്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത്. ഒരു 4:30 ആയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. കല്യാണം രാവിലെ മുക്കത്ത് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ റിസപ്ഷനാണ് കേട്ടോ പോയത്, രാവിലെ പോയില്ല. അങ്ങനെ ഞങ്ങൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഞാനും മോനേട്ടനും കൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണാം. ഒരുപാട് ആൾക്കാരുണ്ട്. വയനാട്ടുകാരും ഒക്കെ വരുന്നതുകൊണ്ട് എൻ്റെ അമ്മേൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ സ്ഥലത്തെത്തി. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ, അച്ഛൻ്റെ നേരെ അനിയൻ. പിന്നെ ഇത് മോൻ, ഇത് ചിറ്റമ്മ, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അവൻ്റെ ആ ചുരിദാർ ഇട്ടത് വെച്ചാൽ പെൺകുട്ടിയുടെ അമ്മായിയാണെന്നാണ് പറഞ്ഞത്, കല്യാണക്കുട്ടിയുടെ അമ്മായിയാണെന്ന് പറഞ്ഞത്. ഇത് എൻ്റെ അനിയത്തി, അച്ഛൻ്റെ അനിയൻ്റെ മകൾ, എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പിക്കൊക്കെ എടുത്തു. കാരണം കുറേ കാലങ്ങളായിട്ട് ആരെയും കാണാറില്ല. എല്ലാവരും ഓരോ വഴിക്കാണ്, ദൂരെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിവാഹം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എൻ്റെ കുടുംബക്കാരെ മൊത്തം കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് അവിടെ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണ് കേട്ടോ. ഇവർ നമ്മളെ ലൈവിലൊക്കെ വരാറുണ്ട്, ലളിത ചേച്ചി. പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചേച്ചി, വയനാട്ടിൽ നിന്ന് വന്നവരാണ്. അമ്മേൻ്റെ ചേച്ചിയുടെ മക്കൾ, നേരെ ചേച്ചിയല്ല, അങ്ങനെ ഏട്ടത്തി അനിയത്തി അമ്മ മക്കളില്ലേ, അവർ ആ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. അതൊക്കെ എല്ലാവരും ഒരുപാട് പേരെ കാണാൻ പറ്റി ഇങ്ങനെ പോയത് കൊണ്ട് കേട്ടോ. മറ്റേതാണെങ്കിൽ കാണാൻ പറ്റില്ല. ഇത് എൻ്റെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ അമ്മയാണ്, ഇത് മറ്റേത് ചേച്ചിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഫോട്ടോ എടുക്കാറുമ്പോൾ ഒരു പേടി, ഞാൻ യൂട്യൂബിൽ ഇടുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വെജ് ആയതുകൊണ്ട് തന്നെ ഇതും അമ്മയുടെ ചേച്ചിയുടെ മകനാണ് കേട്ടോ. പിന്നെ പൊറോട്ട, വെള്ളപ്പം, ബിരിയാണി, പായസം, 2 തരം കറികൾ, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞാൻ പൊറോട്ട ഒഴികെ ബാക്കിയെല്ലാം കഴിച്ചു. പായസമൊക്കെ നല്ലോണം വയറ് നിറച്ച് കഴിച്ചു. ഇതൊക്കെ ഞങ്ങളെ റിലേഷനിലുള്ള കുട്ടികളാണ് കേട്ടോ. ഒരുപാട് കാലമായി ഇവരൊക്കെ കണ്ടിട്ട്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾ തന്നെയായി. കാരണം ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊന്നും എവിടെയും നടക്കുന്നില്ല, എല്ലാ കുട്ടികളും ഓരോ വഴിക്കാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇതെൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ മകളുടെ ഭർത്താവാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ റിലേഷനാണ്. ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. എനിക്കങ്ങനെ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ എല്ലാവരുടെ ഫോട്ടോ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഒരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കല്യാണച്ചക്കനും കല്യാണക്കുട്ടി കേട്ടോ. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ചെറുതായിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇത് എൻ്റെ അനിയത്തിൻ്റെ മകനാണ് കേട്ടോ, നേരത്തെ കണ്ടേ. അപ്പോൾ അവൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ്, വല്യമ്മയുടെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ 3 കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് അവിടെ ഉള്ളൊരു വാവയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണവും എല്ലാ കുടുംബക്കാരെയും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വിവാഹ റിസപ്ഷൻ. ഓക്കേ.